ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖല എന്ന് പറയുന്നതാണ് ഇരുട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് ഇരുട്ട് പേടിയായിരിക്കും. ആ ഇരുട്ടത്തൊരു രൂപം കൂടെ കണ്ട് എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഇതിനെ നമ്മളെ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഇതേപോലെ ചെറുപ്രായം മുതലേ ഇതിനൊക്കെ എതിരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ആ തലച്ചോറിൽ ഇതിനെതിരെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ കുട്ടി പേടിക്കില്ലല്ലോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ കാണുകയൊക്കെ ചെയ്ത് പേടിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ രീതിയിൽ അറിവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആത്മാവും ബലപ്പെടും, ഈ കുട്ടിയുടെ പേടി തന്നെ മാറുകയും ചെയ്യും. അപ്പൊ ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇങ്ങനെ അനുഭവിക്കുന്ന കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല, ഇതൊക്കെ തോന്നൽ, ഇതൊക്കെ പറയുന്നവരും കുട്ടി കൂടുതൽ ടെൻഷൻ അടിക്കുകയാണ്. ശരി, കുട്ടി അത് കാണുകയല്ലേ, കുട്ടി കാണുകയും അനുഭവിക്കുന്ന സാധനം അച്ഛനമ്മമാരും അല്ലെങ്കിൽ വേറെ ഏതോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ ഒന്നുമില്ല, ഇതൊക്കെ മനസ്സിന്റെ തോന്നലാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടി കൂടുതൽ അകന്നു പോവുകയാണ് ചെയ്യണത്. അപ്പൊ കുട്ടിയെ നമ്മൾ പറയണം അങ്ങനെയൊക്കെ ഉണ്ട്, ഇത് കാണുന്നതാണ്, പക്ഷേ നമ്മൾ പേടിക്കാതെ നമ്മൾ ഇന്ന രീതിയിൽ കാരണം ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടിക്ക് സൈഡിൽ നിൽക്കാൻ ആളായി. ഇത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടിയുടെ ഭാഗത്തുനിന്ന് ആ വിഷമം കേൾക്കാനോ ഇത് ഷെയർ ചെയ്യാനോ ആളില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ പേടി തോന്നുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ കൊണ്ട് ഒരു ചരട് മന്ത്രിച്ച് കെട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പേടിയില്ല. അല്ല, അത് എല്ലാ പ്രശ്നമെന്ന് പറയാൻ പറ്റൂല. കാരണം ഇപ്പൊ ഈ കുട്ടിയെ പേടിപ്പിക്കാൻ കുട്ടി കാണുകയും ചെയ്യുന്ന ഒരു നെഗറ്റീവ് പവർ ഉണ്ട്. നെഗറ്റീവ് പവർ ഉള്ളതുകൊണ്ടാണ് കുട്ടിക്ക് അത് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ആ കഴിവില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല, പക്ഷെ അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ അവിടെ ഉണ്ട്. ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, കൊച്ചു പിള്ളേർ കാണുന്നു, കൊച്ചു പിള്ളേരെ കൂടെ ഈ നെഗറ്റീവ് പിശാച് അല്ലെങ്കിൽ ഈ ദുരാത്മാവിരുന്ന് കളിക്കുന്നു, അച്ഛനമ്മയൊന്നും അറിയണില്ല. ശരിക്കും സാധനം വീട്ടിലുണ്ട്, പക്ഷെ അച്ഛനമ്മയെ കാണാൻ പറ്റാത്ത അവരെ കുഴപ്പം, അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അത്രയും വളർച്ച ആത്മാവിനില്ല. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ആത്മാവിന് ഒരു പവറുണ്ട്. അപ്പൊ അതിനെക്കാട്ടിയും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സിനെ ഈ പവർ കുറഞ്ഞതിന് പേടിയായിരിക്കും. അപ്പം ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് മന്ത്രമോ വല്ലതും ചെയ്തിട്ട് ഇനി ഇങ്ങനെ കാണരുത്, ഇങ്ങനെ വരരുത് എന്നൊക്കെ രീതിയിൽ ആ ചരട് കെട്ടുമ്പോൾ അതിന്റെ എനർജിയെ പേടിച്ച് ഈ നെഗറ്റീവ് ശക്തി മാറി നിൽക്കും. അപ്പൊ രണ്ടും നെഗറ്റീവാണ് കൂടിയത്. പറയാം, ഇതിപ്പോ നമ്മൾ ചരട് ജപിച്ചുകൊണ്ട് പറഞ്ഞത് ഇതിനെക്കാട്ടിയും പവർ കൂടിയിരുന്നാൽ മതി. നെഗറ്റീവ് ആയാലും ഇത് മറ്റേ മാറി നിൽക്കും, പോസിറ്റീവ് ആയാലും മാറി നിൽക്കും. ഇതിനെക്കാട്ടി പവർഫുൾ ആകുമ്പോൾ അത് മറ്റൊന്ന് ഒതുങ്ങി കൊടുക്കുന്നതാണ്. മനസ്സിലായ? ഇപ്പൊ നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു തൊട്ട് മുകളിലുള്ള ഒരു വരം മറ്റൊരു ചാടി എഴുന്നേറ്റ് സല്യൂട്ടൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ ഇതിനെക്കാട്ടി പവർ കൂടിയ ഒരു സാധനം വരുമ്പോൾ പവർ കുറഞ്ഞത് മാറിക്കളയും, അല്ലെങ്കിൽ മിണ്ടായിരുന്നുകളയും. ബാക്കിയത് ഇനി കമാൻഡ് വല്ലതും ഉണ്ടോ, അല്ലെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്, അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ആത്മാവ് തന്നെക്കാട്ടി പവറുള്ള ഒരു സാധനം, ഒരു എനർജി ഫീൽഡ് വരുമ്പോൾ ഇതങ്ങ് മാറിക്കളയും. അതുകൊണ്ടാണ് അല്പം ആശ്വാസം പറഞ്ഞത്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ എനർജി, ഈ ചരട് വഴിയുള്ള അതിന്റെ ശക്തി കുറേയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അത് ബലപ്പെട്ട് വരും. അപ്പൊ പിന്നെ ഇതിനെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പോയി ചെയ്യേണ്ടി വരും. അതുപോലെ ചില ആത്മാക്കൾക്ക് ഭയങ്കര പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ സാധാ ലെവലിലുള്ള ആരെങ്കിലും ചരടോ വല്ല തകിടോ ജപിച്ച് കിട്ടിയാലൊന്നും നല്ല പവർഫുൾ ഉള്ള സാധനം പോകൂല. കാരണം അതിനെക്കാട്ടി പവർ കുറഞ്ഞതായിരിക്കും ഇവ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പവർ കൂടിയത് എങ്ങനെ വിട്ടുപോകും? അതുകൊണ്ടാണ് ചിലതൊന്നും വിട്ടുപോകാത്തത്. അപ്പോഴേ ഈ തിന്മയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ ഈ ചരട് കെട്ടുന്ന അല്ലാതെ നമ്മൾ ദൈവത്തെ വെച്ചും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആ ഒരു ശക്തി വരുത്തിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറി നിൽക്കൂലേ? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സത്യദൈവ അങ്ങനെ ഒരു സംഭവമല്ല. നമ്മൾ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ ആത്മാവാണ് പവർഫുൾ ആവുന്നത്. സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ദൈവം ആരാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അല്ല സത്യദൈവം ഒരു കള്ളദൈവം അങ്ങനൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നതിൽ അത് ഭക്തിയാണ്. നമ്മൾ ഭക്തി കൂടി നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഭൂമിയിൽ അല്ലെ ഭൂമിയും പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഉണ്ട്, ഒരു മനസ്സുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ നിന്നും കൊണ്ട് നമ്മളൊരു കെയർ തരണതാണ്. അപ്പൊ അത് ചിലപ്പം നമ്മളെ സഹായിക്കാൻ വരുന്നത് വേറെ ഏതെങ്കിലും പോസിറ്റീവ് ശക്തികളായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് ശക്തി നമ്മളെ ശല്യം ചെയ്യുന്നു, നമ്മൾ ദൈവമേ ദൈവം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ആള് നേരിട്ട് വന്ന് നമ്മളെ രക്ഷിക്കാൻ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന പ്രകൃതിയിൽ പോകും. ആ ദൈവം എന്ന് പറയുന്ന മനസ്സിലോട്ട് നമ്മളെ മനസ്സായിട്ട് കോണ്ടാക്ട് ആവും. അതിപ്പോ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ ഒരു വിഷയം വെച്ച് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ആ മനസ്സിലോട്ടത് പോവുകയും ആ ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒരുപാട് നമ്മളെ സഹായിക്കാൻ കണക്കിനുള്ള ഒരുപാട് പോസിറ്റീവ് ശക്തികളുണ്ട്. അതിൽ ഏതെങ്കിലും ശക്തി നമ്മളെ സഹായിക്കേണ്ടി വരികയും ചെയ്യും. എവരൊക്കെയാണല്ലോ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകണം. നമ്മൾ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതല്ല, ഏതെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ശക്തികളാണ്. പ്രകൃതി മൊത്തം നിറഞ്ഞ് നിൽപ്പുണ്ട്. ആ ശക്തികൾ ഒരു എനർജി ഫോമിൽ നിൽപ്പുണ്ട്.
ഇതിൽ നമ്മൾ കൂടുതൽ ഭക്തിയും അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണേ, നമ്മൾ ദൈവമേ എന്ന് വിളിച്ചില്ലേലും ചുമ്മാ ടെൻഷൻ അടിച്ചാലും മതി. ദൈവമോ എന്ന് വിളിക്കണമെന്നില്ല. ഇപ്പൊ ഒരു നിരീശ്വരവാദി ദൈവമേ എന്ന് വിളിച്ചിട്ടല്ലോ, അവൻ വെറുതെ അവന്റെ ആ വിഷയത്തിന്മേൽ ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ അവന്റെ ജനിപ്പിച്ച അല്ലെ പ്രകൃതിയാകുന്ന ആ അച്ഛൻ അത് ടെൻഷൻ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഫലം വരും. ഇതൊരു പ്രോഗ്രാമാണത്. ആര് ടെൻഷൻ അടിച്ചാലും ആ ടെൻഷൻ പ്രകൃതിയിൽ എത്തുകയും അത് വൈബ്രേഷനാണ് എത്തുകയും അതിന്റെ സൊല്യൂഷൻ പ്രകൃതിയിൽ നിന്ന് തന്നെ വരികയും ചെയ്യും. ഇതിനെ ഞാൻ പോസിറ്റീവ് വരുത്തുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നു എന്ന് പറയുന്നേ ഉള്ളൂ. ഇത് ഒരു പ്രോസസ് അല്ല. ഈ മനുഷ്യന്റെ മാത്രമല്ല, മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചില സമയത്ത് ചില പട്ടിയിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ, പട്ടിയുടെ വായിലൊക്കെ ആരോ ദുഷ്ടന്മാർ കമ്പിയൊക്കെ ഇട്ട് ഇറുക്കി കെട്ടി ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ പട്ടിക്ക് വിഷം വെച്ചിട്ട്, അപ്പൊ അതിന്റെയും അകത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതും മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കുകയാണ്. അല്ല നമ്മളീ പറയുന്ന ദൈവമേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തപസ് ഇരുന്ന് അങ്ങനെ വിളിക്കുന്നില്ലെങ്കിൽ അത് ഉള്ളിൽ നിന്ന് അത് ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാര് കാണും? പ്രകൃതി കാണും. അപ്പൊ യാദൃശ്യമായിട്ട് ഒരാളിനെ ഒരു നിമിത്തം പോലെ ഏതെങ്കിലും ശക്തികൾ അവനെ ഒരു നിമിത്തമായിട്ട് അവിടെ എത്തിക്കും. അവൻ ആ പട്ടിയെ കാണും, അവൻ അയ്യോ പാവം തോന്നും, അത് കെട്ടഴിച്ച് വിട്ടുകൊടുക്കും. അപ്പൊ ഇതൊക്കെ നടക്കണതെല്ലാം ഈ മനസ്സിന്റെ ഇതൊക്കെ വെച്ചാണ് ഈ സകല കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിങ്ങനെ നടക്കും. ഇപ്പൊ നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചില്ലേലും ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ടെൻഷൻ അടിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി അവിടെ സഹായിക്കാൻ ഒരു പോസിറ്റീവ് എനർജി വരും. അത് നടന്നിരിക്കും. ചേട്ടൻ പറഞ്ഞില്ല നമുക്ക് തിരിച്ചറിവ് വേണം, അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ദുരാത്മാക്കളെയൊക്കെ കാണുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടി. ഇന്ന കാലത്ത് ഇങ്ങനെയൊക്കെ മരിച്ചവരാണ് ഇപ്പോഴും ഗതിയില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ ആ ദുരാത്മാവ് നമ്മളെ ഇനി ശല്യം ചെയ്യുമോ? തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ശല്യം ചെയ്യും. കാര്യം കള്ളം കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം. തിരിച്ചറിഞ്ഞിട്ട് ആ കുഴപ്പമില്ല പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കള്ളം കണ്ടുപിടിച്ചേക്കാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും പ്ലാൻ കാണും. ചിലപ്പോൾ അവരുടെ ചില ആഗ്രഹങ്ങൾ ഈ വീട്ടിൽ ആരെങ്കിലും കൂടെ സാധിക്കാനായിരിക്കും കറങ്ങി നിൽക്കുന്നത്. അപ്പം ഇതിന് നടക്കൂലല്ലോ എന്ന് വിചാരിച്ചാൽ അവർ വിപ്ലവം കാണിക്കും. കൂടുതൽ എത്രയും പെട്ടെന്ന് അവരെ കാര്യം സാധിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തി അവരെ ഉപയോഗിക്കാൻ നോക്കും. ഇങ്ങനെ അവർ കൂടുതൽ മറ്റേത് പതുക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പം നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അവർ വിപ്ലവം കൂടും. അവരുടെ വിപ്ലവം കൂടും. അതാണ് ശല്യം കൂടുതലായിട്ട് വരുന്നത്. സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറഞ്ഞില്ല, അതെങ്ങനെയായിരിക്കണം സൊല്യൂഷൻ? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൈവം പറഞ്ഞിരുന്ന ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമ്മളുടെ ആത്മാവിനെ പവർഫുൾ ആക്കുക. നമ്മുടെ ആത്മാവ് എങ്ങനെ പവർഫുൾ ആവുമെന്ന് വെച്ചാൽ പ്രകൃതി വെച്ചിരിക്കുന്ന കുറെ പുണ്യ പ്രവൃത്തികൾ, പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാക്സിമം നമ്മൾ പോസിറ്റീവ് ആവുക. അപ്പം നമ്മളിൽ ദൈവാധീനം വർദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആവും. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആവോ അത്രത്തോളം ഈ നെഗറ്റീവ്സിന്റെ പരിപാടി നടക്കൂല. ഇത്രയേ ഉള്ളൂ. ഈ പോസിറ്റീവ് ആവാനുള്ള വഴികളാണ് ഈ ഗ്രന്ഥങ്ങളിലും ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞേക്കണം. അത്രയും പോസിറ്റീവ് ആവാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഈ മതക്കാരെടുത്ത് വെച്ച് മതം വളർത്താൻ ഉപയോഗിക്കണമല്ലാതെ അതിലുള്ള പോസിറ്റീവ് ആവാനുള്ള തത്വങ്ങൾ എടുത്ത് അവർ പോസിറ്റീവ് ആവുന്നില്ല. ഇതേ ഉള്ളു വഴി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി നിന്നും കൊണ്ട് എൻ്റെ മോനൊരു ബാധ, അല്ല എൻ്റെ ഭാര്യ, അല്ല എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ മറ്റ് ആരെങ്കിലും മതത്തിൻ്റെ പുറത്തിരിക്കുന്ന പുരോഹിത ആഴത്തിൽ പോയി ഒരു ചരട് വെള്ളം അല്ലെങ്കിൽ എണ്ണ ജപിച്ച് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴിവിലുള്ള അയാളുടെ ഒരു എനർജി വെച്ച് അയാളൊരു ചെറിയൊരു സാധനം ചെയ്ത് തന്നു വിടുമ്പോൾ അത് വീട്ടിൽ വന്ന് കുറച്ച് സമയം അത് തീരും. തൽക്കാലം ഈ സാധനം ഈ ദുരാത്മാവോ പ്രേതോ ഒത്തിരി അവിടെ മാറി നിന്നാലും ഇതൊന്നും ഒതുങ്ങുമ്പോൾ അവർ തിരിച്ചു വന്ന് കയറും. കാര്യം ഈ വ്യക്തിയെ ഇതിന് പേടിയില്ലല്ലോ. ഈ നമ്മളെ പേടിച്ച് മാറി നിൽക്കണം. നമ്മളെ പേടിക്കണമെങ്കിൽ നമ്മളുടെ ആത്മാവ് പവർഫുൾ ആയിരിക്കണം. നമ്മുടെ ആത്മാവ് നല്ല ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മറ്റ് അദൃശ്യ ശക്തികൾ നമ്മളെ സഹായിക്കുന്ന ശക്തികളുണ്ട് ഇഷ്ടം പോലെ. ആ പോസിറ്റീവ് ശക്തികളും പവർഫുൾ ആയിരിക്കും. പിന്നെ അങ്ങനെ നെഗറ്റീവിനോട് പ്രവർത്തിക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും ഇങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി ആൾക്കാരെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പൈസയും മുടക്കി രാവിലെ ഇതിൻ്റെ പുറകെ പോകാനേ സമയം കാണുള്ളൂ. ഒരിടത്ത് പോകുന്നു പോരാ, അടുത്ത സ്ഥലത്ത് പോകുന്നു പോരാ, അടുത്ത സ്ഥലത്ത് പോകും. ഇങ്ങനെ കറങ്ങി നടന്ന് ജന്മം മൊത്തം പോവും. കുറെ കാശും പോവും. അറിഞ്ഞ് ടെൻഷൻ അടിച്ച് ശരിക്കും സുഖപരിപാടി അവനവൻ അങ്ങോട്ട് പോസിറ്റീവ് ആവുക, ദൃഢനിശ്ചയം. നമ്മൾ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് 100% വിശ്വസിക്കാൻ പറ്റും. എൻ്റെ കൂടെ ദൈവം നിൽക്കും എന്ന് പറഞ്ഞാൽ അവനെ വിശ്വാസമില്ലെന്നേ. അവൻ തലേദിവസം കള്ളത്തരം കാണിച്ചിരിക്കാമോ എൻ്റെ കൂടെ ദൈവം നിൽക്കുമെന്ന് അവനങ്ങനെ ഉള്ളിൽ 100% വിശ്വസിച്ചും കൊണ്ട് എങ്ങനെ നിൽക്കാൻ പറ്റും? ആ വിശ്വാസം അവന് വരില്ലല്ലോ. ഈ വിശ്വാസത്തിലാണ് ഈ സാധനങ്ങളൊക്കെ മാറി നീങ്ങുന്നത്. ഇപ്പം എനിക്ക് എന്നെ ദൈവം സഹായിക്കും, എനിക്ക് ആ വിഷയം വരൂല എന്ന് 100% എനിക്ക് വിശ്വസിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ അഴുക്ക് പാടില്ല. ഇത് ഇവൻ്റെ ഉപബോധ മനസ്സിൽ തന്നെ ഇവൻ്റെ ആത്മാവിൽ തന്നെ അവനറിയാം ഇവൻ തെറ്റുകാരനാണ്, ഇവൻ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക്
100% ആ നെഗറ്റീവ് എന്നെ ബാധിക്കില്ല എന്ന് അവന് 100% ഉറപ്പിക്കാൻ പറ്റൂല എന്ന് ആർക്കും പറ്റൂല. അവന്റെ മനസാക്ഷി അവൻ ഇടകയില്ലേ, അവൻ ശരിയല്ലെന്ന് അവനെന്നെ അറിയാമല്ലോ. അപ്പൊ ശരിയാകുന്നവന് ഉള്ളിൽ നിന്നൊരു ദൃഢ നിശ്ചയം വരും, എന്നെ ഈ പ്രേതം ദുരാത്മാവൊന്നും എന്നെ ബാധിക്കൂല. കാരണം ഞാൻ ദൈവത്തിന്റെ കൂടെ അല്ലെ, ഞാൻ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെന്തിന് ഇതൊക്കെ എന്നെ ബാധിക്കുന്നു എന്ന് ഉള്ളിൽ നിന്നൊരു വിശ്വാസം വരും. ഇതിലാണ് യുവമാർ മാറി നിൽക്കുന്നത്. ഈ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഈ നെഗറ്റീവ്സിന് പിടിക്കാൻ പറ്റില്ല. ഒരാൾ ഇത്രയ്ക്കും പോസിറ്റീവായി മാറണമെന്ന് പറഞ്ഞില്ലേ, ഇത് മാറാനായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റൂലല്ലോ, ഒരുപാട് സമയം എടുക്കും. ശ്രമിക്കുക. ഇപ്പം നമ്മളിപ്പം ഒരു പ്രശ്നം നിൽക്കുകയാണ്, ഇത്രയും വലിയൊരു പ്രശ്നം. നമ്മൾ ഇന്ന് മുതലേ പോസിറ്റീവ് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിൻ്റെ 100% നിൽക്കുന്ന പ്രശ്നം 90%. നമ്മൾ പിന്നെയും പോസിറ്റീവ് ആകുമ്പോൾ അത് 80%. പിന്നെയും നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ അത് 70. ഇങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നു അതോടെ കുറഞ്ഞു വരും. ഇത് എന്നെ കൊണ്ട് പറ്റണ ഗ്യാസ് എല്ലാം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജന്മം മൊത്തം ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു പണ്ടത്തെ ഒരു കഥ തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരു രാജാവ് യുദ്ധം തോറ്റു, പല ആപത്ത് തോറ്റു. അപ്പോൾ അയാൾ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നപ്പോൾ ഒരു ചിലന്തി വല കെട്ടണ അയാൾ കണ്ട്. അപ്പോൾ വല കെട്ടുന്നു, വല പൊട്ടി ചിലന്തി താഴെ വീഴുന്നു. പിന്നെയും ചിലന്തി ശ്രമിക്കും. അങ്ങനെ ചിലന്തി ഇങ്ങനെ ശ്രമിച്ച് ലാസ്റ്റ് ആ വല കെട്ടി ആ ചിലന്തി വല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ അകത്ത് കത്തി, ഞാൻ 1-2 പ്രാവശ്യം തോറ്റെന്ന് പറഞ്ഞ് ഞാൻ എന്തിന് മിണ്ടാതിരിക്കണം, വീണ്ടും ശ്രമിക്കണ്ടേ എന്ന് പറഞ്ഞ് അയാൾ അടുത്ത യുദ്ധത്തിന് ശക്തമായി ഇറങ്ങിയപ്പം അയാൾ ജയിച്ചു. അതേപോലെ നമുക്ക് പറ്റണില്ലെങ്കിലും ശ്രമിക്കുക. ഇപ്പൊ ഇന്ന് പറ്റിയില്ല, എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ശ്രമിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ എനിക്ക് പറ്റുന്നില്ല, സാഹചര്യം ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ സാഹചര്യം കൂടെ ഒരുങ്ങി വരും. നമ്മൾ പോസിറ്റീവിലോട്ട് ആവാൻ നമ്മൾ ശ്രമിക്കുകയില്ലേ. അപ്പം ഈ സാഹചര്യം ഒരുക്കുന്ന നിമിത്തങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളൊക്കെ നമ്മൾ ചുറ്റുമുണ്ട്, നമുക്ക് കണ്ടുവിടുന്നേ ഉണ്ട്. അവരതിനുള്ള നിമിത്തങ്ങൾ ഉണ്ടാക്കി തരും. അപ്പം നമ്മൾ ശ്രമിച്ചാൽ മതി, ബാക്കി മറ്റേ അതർ ശക്തികൾ നോക്കിക്കോളും. നമുക്കേ പറ്റൂല എന്ന് പറഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും?